കൈ പിടിച്ചു വന്നേ എടുക്കാൻ പോയിട്ടുണ്ട്. ശ്രീ ആര്യാടൻ മുഹമ്മദ് പ്രത്യേകമായ താല്പര്യമെടുത്തിട്ടാണ് ഇത് തൊടുപുഴയ്ക്ക് നീട്ടാൻ തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക നന്ദി പറയുന്നു. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പി ജെ ജോസഫ് പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ സിറ്റികൾക്ക് വേണ്ടി മാത്രം രൂപപ്പെട്ടതാണ്. എന്നാൽ ഇടക്കാലത്ത് ഓരോ എറണാകുളം ജില്ലയുടെ അതിർത്തികളിലേക്ക് ഈ വണ്ടി ഓടിയിരുന്നു. അന്നും തൊടുപുഴയ്ക്ക് നീട്ടണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് നമ്മൾ പലവട്ടം ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് സാങ്കേതിക തടസ്സമുണ്ട് എന്ന് പറഞ്ഞ് നീട്ടാതിരിക്കുകയായിരുന്നു. എന്നാൽ ശ്രീ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായി വന്നതിന് ശേഷം അദ്ദേഹത്തെ കണ്ട് ഈ കാര്യം ഉണർത്തിച്ചപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ അനുഭാവപൂർവമായ തീരുമാനമെടുക്കാം. കാരണം എറണാകുളം മുതൽ മൂവാറ്റുപുഴ വരുന്നതിനേക്കാൾ നല്ല റോഡാണ് മൂവാറ്റുപുഴ മുതൽ തൊടുപുഴ വരെയുള്ളത്. ആ സാഹചര്യത്തിൽ മാത്രമല്ല മറ്റൊരു ജില്ലയുടെ ആസ്ഥാനമായ ഒരു മുനിസിപ്പാലിറ്റിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ വണ്ടി ഓടിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ആര്യാടൻ മുഹമ്മദ് സമ്മതിക്കാനുണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ബസ് വന്നിരിക്കുന്നത്. ബസ് വന്ന വഴിയിലുടനീളം ഞാൻ എറണാകുളത്തുനിന്ന് രാവിലെ ഈ ബസ്സിൽ കയറി വരുന്ന വഴിയിൽ മൂവാറ്റുപുഴയിലും അതുപോലെ തന്നെ വാഴക്കുളത്തും മടക്കത്താനത്തും വെങ്ങല്ലൂരിലുമൊക്കെ ആളുകൾ നൽകിയ ആവേശോജ്വലമായ ഈ വാഹനത്തിന് ഈ ബസ്സിന് നൽകിയ സ്വീകരണം തന്നെ ഇതിന് എത്രമാത്രം ഇടുക്കിയിലെ ജനങ്ങൾ താല്പര്യപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇതോടൊപ്പം തന്നെ വൈകുന്നേരം വീണ്ടും എറണാകുളത്തു നിന്നുള്ള സർവീസ് ഇവിടെ വരും, തിരിച്ചു പോകും. ഇപ്പോൾ മൂവാറ്റുപുഴ വരെ വന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ലോ ഫ്ലോർ ബസ്സുകൾ കൂടി ഇങ്ങോട്ട് നീട്ടണമെന്ന ആവശ്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ കാര്യവും സാധ്യമാകും എന്നാണ് ആഗ്രഹിക്കുന്നത്. തൊടുപുഴ നഗരസഭ പ്രമേയം പാസാക്കി ബഹുമാനപ്പെട്ട MLA-യും മന്ത്രിയുമായ പി ജെ ജോസഫിനും MP-ക്കും MP പി ടി തോമസിനും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദിനും കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ഫോളോ ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ നമ്മുടെ ലോ ഫ്ലോർ ബസ് വന്നിരിക്കുന്നത്. ആര്യാടൻ മുഹമ്മദിനോടും വളരെയധികം സന്തോഷമുണ്ട്. അവരുടെ ഈ പ്രവൃത്തിയിൽ നഗരസഭയുടെ എല്ലാ അഭിനന്ദനങ്ങളും അവർക്ക് വേണ്ടി അർപ്പിക്കുകയാണ്.
എടുക്കാം അവർ തിരിച്ചിട്ടുണ്ട്. തൊടുപുഴയ്ക്ക് പുതുതായി അനുവദിച്ചിട്ടുള്ള ലോ ഫ്ലോർ AC ബസ് ഇന്ന് മുതൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ബഹുമാനപ്പെട്ട MPയുടെയും ബഹുമാനപ്പെട്ട നമ്മുടെ MLAയും മന്ത്രിയുമായ ശ്രീ PJ സാറിൻ്റെയൊക്കെ ശ്രമഫലമായിട്ട് ഈ സർവീസ് തൊടുപുഴയ്ക്ക് അനുവദിച്ചതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളും KSRTCയുടെ ഈ പുതിയ സംരംഭവുമായി സഹകരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇത് തൊടുപുഴയ്ക്ക് ഈ സർവീസ് നീട്ടിത്തരുന്നതിന് വേണ്ടി വകുപ്പ് മന്ത്രിയായ ശ്രീ ആര്യാടൻ മുഹമ്മദ് സാറ് കാണിച്ചിട്ടുള്ള പ്രത്യേക ശ്രദ്ധയ്ക്ക് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തൊടുപുഴയിൽ നിന്ന് എറണാകുളത്തിന് 94 രൂപയാണ് ചാർജ്. തൊടുപുഴ മൂവാറ്റുപുഴ 38 രൂപ, മൂവാറ്റുപുഴ എറണാകുളം 64 രൂപ. അപ്പം എല്ലാ നിലയിലും തൊടുപുഴയ്ക്കും KSRTCക്കും ഈ നിയോജകമണ്ഡലത്തിലെ ഈ പ്രദേശത്തെ തൊടുപുഴ താലൂക്കിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായൊരു വേള നമുക്ക് തന്നിരിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട്